നമസ്കാരം. കൈകൾ ശുദ്ധമല്ലെന്ന് തെളിയിക്കുകയാണ് പിണറായിയും മകളും ചേർന്ന്. നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ്. വെറുതെ തന്റെ ഭാര്യയെയും മകളെയും പറയുന്നു എന്ന ആരോപണവും ഉന്നയിച്ചു. അമ്മയുടെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് കമ്പനി തുടങ്ങിയതെന്ന കാര്യവും നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിനു മുൻപ് മാത്യു കുഴൽനാടൻ MLA നിയമസഭയിൽ മാസപ്പടിക്കാര്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ കിടുങ്ങും എന്നാണോ വിചാരിക്കുന്നത് എന്നായിരുന്നു. അങ്ങനൊന്നും കിടുങ്ങില്ല താനെന്നും പറഞ്ഞു. പക്ഷേ ഈ വിഷയം ഉയർന്ന നാൾ മുതൽ പിണറായി ഇതുവരെയില്ലാത്ത വിധം കിടുങ്ങി വിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്വേഷണത്തെ ഭയന്ന് എക്സോലോജിക് എന്ന സ്ഥാപനം പൂട്ടുക വരെ ചെയ്തു. BJP നേതാവ് ഷോൺ ജോർജ് ആകട്ടെ അമ്മയുടെ പണം കൊണ്ടല്ല ഈ സ്ഥാപനം തുടങ്ങിയത് എന്നതിന്റെ തെളിവുകളും പുറത്തുവിട്ടു. ഇതോടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി. ഇപ്പോഴിതാ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് തൈക്കണ്ടിയിൽ കുടുംബം. എക്സോലോജിക്കിനെതിരായ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയത്. ഹർജിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വിവരങ്ങൾ തേടുകയാണ് SFIO സംഘം. അന്വേഷണത്തിൽ എക്സോലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നതിനായി വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള എക്സോലോജിക്കിന്റെ ഹർജിയും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ CMRL നിന്നും KSIDCയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ SFIO സംഘം പരിശോധന തുടരുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ അന്വേഷണത്തിനെതിരെ എക്സോലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെയാണ് KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIO സംഘം പരിശോധന നടത്തിയത്. CMRLൽ 2 ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം KSIDCയിൽ എത്തിയത്. എക്സോലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു സൂചന. നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകിയേക്കും. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDCയും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടി നൽകാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിലാണ് കേന്ദ്ര സർക്കാർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം CMRL കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടന്നിരുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെയും പരിശോധന. അതേസമയം മകൾക്കെതിരായ SFIO അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് CPM. അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടാണെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള CPMന്റെ പിന്തുണ. കരാറിൽ ROC ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം SFIO ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ എന്താണ്? ബുക്ക് വഴിയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. എക്സോലോജിക് കമ്പനി തുടങ്ങിയത് വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്ന വാദമാണ് ഈ രേഖ വഴി പൊളിച്ചിരിക്കുന്നത്. കമ്പനികാര്യ വകുപ്പിലെ രേഖകൾ പരിശോധിച്ചാൽ വീണയുടെ കമ്പനിയിലെ നിക്ഷേപം 1 ലക്ഷം രൂപ മാത്രമാണ്. 10,000 ഓഹരികളിൽ ഒന്നിന് വില 10 രൂപ. വീണ മാത്രമാണ് ഓഹരി ഉടമ. ഇതിനൊപ്പം ദീർഘകാല വായ്പയും കമ്പനിക്കുണ്ട്. 78 ലക്ഷത്തോളമാണ് വായ്പ. ഇത് വീണയിൽ നിന്നാണ് കമ്പനി വാങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വായ്പയാണ് വീണയുടെ കമ്പനിയുടെ യഥാർത്ഥ മൂലധനം. കമ്പനികാര്യ വകുപ്പിലെ രേഖ PC ജോർജിന്റെ മകൻ പരാതിക്കാരനുമായ ഷോൺ ജോർജാണ് പുറത്തുവിട്ടതും. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഷോൺ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമല വിജയന്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയതെന്ന്
മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണ വിജയന്റെ എക്സോലോജിക് കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു. ഇതായിരുന്നു ഷോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇത് പിണറായിക്കും കുടുംബത്തിനും എതിരെയുള്ള ഊരാക്കുടുക്കായി മാറുക തന്നെ ചെയ്യുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അന്തംകമ്മികളുടെ കാര്യം പറയാൻ നമ്മളൊന്നും ആളെയല്ല. അത് ബോധമില്ലാത്തവരുടെ അടുത്ത് സംസാരിക്കാൻ ആരാണ് പോവുക? പറയുന്നത് ഷോൺ ജോർജ് പുറത്തുവിട്ട രേഖകളുടെ കാര്യവും ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ എക്സോലോജിക് സമർപ്പിച്ച ഹർജിയുടെ കാര്യവുമാണ്. എന്തായാലും ഈ രേഖകൾ, ഷോൺ പുറത്തുവിട്ട രേഖകൾ SFIO സംഘം പരിശോധിക്കുക തന്നെ ചെയ്യും. ഷോൺ പുറത്തുവിട്ടത് കൊണ്ട് അത് രേഖകൾ അല്ലാതെയും ആകുന്നില്ല. CMR ഇതുവരെ അടച്ച ആദായ നികുതി രേഖകൾ വരെ ആദായ നികുതി ഓഫീസിൽ പോയി SFIO കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഷോൺ പുറത്തുവിട്ട രേഖകൾ നിർണായകമാകും. ഇതിനിടെയാണ് എക്സോലോജിക്കിന്റെ നീക്കം. കർണാടക ഹൈക്കോടതി ഇതിന്മേൽ എടുക്കുന്ന നടപടി എന്താണെന്നറിയാനാണ് ഇനി കാത്തിരിക്കേണ്ടത്. നന്ദി.